ഹൈവേ നിർമ്മാണത്തിന്റെ പേരിൽ പാവറട്ടി പഞ്ചായത്തിന്റെ തീരദേശത്ത് നടത്തിയിരുന്ന അനധികൃത മണലൂറ്റൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. പഞ്ചായത്ത് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് പെരിങ്ങാട് പുഴയിൽ നിന്നും എടുക്കുന്ന മണൽ ശേഖരിച്ചിരുന്നത്. മുനയ്ക്കക്കടവ് മേഖലയിൽ നിന്ന് മണൽ എടുക്കുന്നതിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. പഞ്ചായത്ത് ഗ്രൗണ്ടിൽ മണൽ ശേഖരിക്കുന്നതിനുള്ള അനുമതി പഞ്ചായത്ത് ഭരണസമിതി റദ്ദാക്കുകയും ചെയ്തു. അനധികൃതമായി മണലൂറ്റുന്നതുമൂലം പ്രദേശത്തെ വീടുകളിലെ കിണറുകൾ മലിനമായിരുന്നു. കിണറ്റിലെ വെള്ളത്തിന് നിറവ്യത്യാസവും ഉണ്ടായി. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ, വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ്, ബ്ലോക്ക് മെമ്പർ നസീമ ഹാരിസ്, വാർഡ് മെമ്പർ കെ ലിഷ, സുഹ്റാബി ഹമീദ്, അബിനി ശശി, ധന്യ സിബിൽ, പ്രദേശവാസികളായ താജുദ്ദീൻ കൂരിക്കാട്, അബൂബക്കർ കൂരിക്കാട്, അസീസ് കപ്പാരത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. 2 മാസം മുൻപ് പാവറട്ടി ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഇവിടെ മണലൂറ്റ് നടക്കുന്നു, മണലെടുപ്പ് നടക്കുന്നു എന്നുള്ള ശക്തമായ ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുകയും സ്ഥലം സന്ദർശിക്കുകയും മുനയ്ക്കക്കടവ് ഭാഗത്ത് നടത്തുന്ന മണൽ എടുപ്പിന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്ത് ആദ്യമായി പാവറട്ടി പഞ്ചായത്താണ് അവിടെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ മണലെടുപ്പ് നിർത്തിവെക്കുകയുണ്ടായി. തുടർന്ന് ഇവിടെ പഞ്ചായത്തിൻ്റെ കളിസ്ഥലം കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ മണൽ ഇടുന്നതിന് വേണ്ടി ഈ ശിവാലയ കമ്പനിക്ക് കരാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ കരാർ റദ്ദാക്കുകയും പഞ്ചായത്ത് ഗ്രൗണ്ട് തിരിച്ച് പിടിക്കുകയും അത് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കളിസ്ഥലം കുറേയൊക്കെ ക്ലിയറാക്കി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ജില്ലാ കളക്ടർ ഉത്തരവ് പ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവർ മണലെടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ വരുമ്പോൾ കാണുന്നത് രാത്രിയും പകലും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലാണ് ഇവിടെ മണലെടുത്തുകൊണ്ടിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ വലിയ ശബ്ദത്തോടു കൂടി ഇവിടുത്തെ ഡ്രഡ്ജിങ് മെഷീനുകൾ പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് ഉറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. അതോടൊപ്പം അനിയന്ത്രിതമായി പറഞ്ഞതിനേക്കാൾ കൂടുതൽ അളവിൽ മണലെടുക്കുന്നതായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ സമീപത്തുള്ള പല കിണറുകളിലും വെള്ളം കളർ വ്യത്യാസം വന്ന് രുചി വ്യത്യാസം വന്ന അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന, അവരുടെ കുടിവെള്ളത്തെ ബാധിക്കുന്ന, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കായലിൽ മത്സ്യം പിടിക്കാൻ പോകാത്ത തരത്തിൽ ഇവിടുത്തെ പരിസ്ഥിതിയെ മൊത്തം നശിപ്പിക്കുന്ന രീതിയിൽ ഈ മണലെടുപ്പ് മാറുന്നുവെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം പരിശോധിക്കാനായിട്ട് പഞ്ചായത്ത് മെമ്പർമാരും നാട്ടുകാരും എല്ലാം കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് തീർച്ചയായും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാൻ സാധിക്കില്ല. നാളെ ഇതിനുവേണ്ടി പ്രത്യേകമായി പഞ്ചായത്ത് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ചർച്ച ചെയ്ത് ഈ മണലെടുപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും പഞ്ചായത്ത് സ്വീകരിക്കുന്നതായിരിക്കും എന്നതിനാൽ അറിയിക്കും.